ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നേരെ കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ഒരു തുള്ളി പോലും പാലോ പാൽപ്പൊടിയോ ഇല്ലാതെ നമുക്ക് ചായ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല കിടിലൻ 2 ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 മുറി തേങ്ങ ഞാൻ മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് അതിൻ്റെ പാല് മാത്രമാക്കി ഒന്ന് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചായ ഉണ്ടാക്കി തുടങ്ങാം. റോസ് പാനിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം പൊടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ പൊടി ഇട്ടിട്ട് ചായ ഉണ്ടാക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ രീതിയിൽ നിങ്ങൾ ചായ ഉണ്ടാക്കി നോക്കുക. അടിപൊളി ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, 2 ഗ്ലാസ് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അടച്ചു വെക്കുന്ന സമയത്ത് നമുക്ക് ഗ്യാസും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പെട്ടെന്ന് നമുക്ക് തിളച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ. നമ്മുടെ പാൽ ചായക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടിച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയും കുറച്ച് ഏലക്കാപ്പൊടിയും പഞ്ചസാരയും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾ ചായ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഒരിക്കലെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ പൊടി ഇട്ട് കൊടുക്കേണ്ടത്. ഏകദേശം 2 ടേബിൾ സ്പൂൺ പൊടി ഇട്ടിട്ട് ഞാൻ അടുപ്പൊന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കണ്ടില്ലേ, ചായപ്പൊടിയൊക്കെ നന്നായിട്ട് താഴേക്ക് പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ചായ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാൽ നല്ല കട്ടിയായിട്ട് തന്നെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ പാലോ പാൽപ്പൊടിയോ ഇല്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റും മണവും ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. അടുത്തതായിട്ട് പാലും പാൽപ്പൊടിയും തേങ്ങയും ഇല്ലെങ്കിലും നമുക്ക് പാൽ ചായ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മുട്ടയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി ജാറിലോ അല്ലെങ്കിൽ എഗ് ബീറ്ററോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നേ ഉള്ളൂ. ഈ പാൽ ചായ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മുട്ട ഇതുപോലൊന്ന് ബീറ്റ് ചെയ്തിട്ട് കട്ടൻ ചായ ഒരു മീഡിയം ചൂടോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പം ഞാൻ വിസ്ക് വെച്ചിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചൂടുള്ള ചായ ഇതിലേക്കൊന്ന് ഒഴിച്ചെടുത്ത് ഒഴിക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതുപോലൊന്ന് ആറ്റിയെടുക്കണം. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പിരിഞ്ഞു പോകാതെയുള്ള പാൽ ചായ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൽ മുട്ട ഇട്ടിട്ട് മുട്ടൻ്റെ സ്മെല്ല് ഉണ്ടാവും എന്നൊക്കെ. ഒന്നുമില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പാൽ ചായ എങ്ങനെയാണോ ഉണ്ടാക്കിയെടുക്കുന്നത് ആ രീതിയിൽ നല്ല ടേസ്റ്റിൽ കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പാൽ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് അരിച്ചും കൂടെ എടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ 2 ടീ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത്. അടുത്തതായിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ കഴുകി വൃത്തിയാക്കി തോളോട് കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കനും ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പും അരച്ചതിന് ശേഷം ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്ത വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. അത് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് പ്രത്യേക ഒരു ഫ്ലേവറാണ്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കിഴങ്ങും ചിക്കനും പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയുമാണ് കേട്ടോ. നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റിയിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന അളവാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ഞാൻ ഈ ചിക്കനൊക്കെ ഇതുപോലെ വെജിറ്റബിൾ കട്ടറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചെടുത്ത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള 2 എണ്ണം ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വല്ലാണ്ട് ബ്രൗൺ നിറമാകൊന്നും വേണ്ട. അതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് പോയിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാവും. ഇതുപോലെ നിങ്ങളൊന്ന് ഈ ഒരു ചിക്കൻ സമൂസ ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഇരട്ടി ടേസ്റ്റിലാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊന്ന് വാടാൻ വേണ്ടി ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിരുന്നു. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതിൻ്റെ റോ ടേസ്റ്റ് പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ പോയപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഗരം മസാല, ബിരിയാണി മസാല, കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാലകൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൂടുതലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കുത്തുന്ന ടേസ്റ്റ് ആയിരിക്കും. എല്ലാ മസാല ഇട്ട് കൊടുത്ത് റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് പോയതിനു ശേഷം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കിഴങ്ങും നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും ചിക്കനും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയ ഉരുള ഇതുപോലൊന്ന്
പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മൈദയിൽ ചെയ്യുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റും കൂടിയാണ് കേട്ടോ. ഇനി ഞാൻ ഇതുപോലുള്ളൊരു മോൾഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ഇളകി വരാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഫില്ലിങ് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നൊരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കിയും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ളൊരു ഷേപ്പായി നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മോമോസിന്റെ ഷേപ്പിൽ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എന്താണോ താല്പര്യം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഈ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. മാവ് പരത്തിയെടുക്കുന്ന സമയത്ത് കട്ടിയില്ലാതെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴേ നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലെ കട്ടിയില്ലാതെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. ഈ മോൾഡ് നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ചെറിയ വിലയിൽ തന്നെ നമുക്കിത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മോൾഡ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ജസ്റ്റ് പരത്തിയെടുത്തിട്ട് ആ മുകൾ ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മോമോസ് എല്ലാം ആവിയിൽ വേവിച്ചെടുക്കാം. കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. ഞാൻ കുറച്ച് അധികം തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണ ബ്രഷ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും ഒട്ടി പിടിക്കാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. എല്ലാം ഞാൻ ഈ രീതിയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ മോമോസിൻ്റെ ഷേപ്പിലും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ശേഷം നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഒരു സോസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇട്ട് കൊടുത്തത് വെളുത്തുള്ളിയാണ്. അതിന്റെ ഒരു റോ ടേസ്റ്റ് പോയതിനു ശേഷം ഞാൻ ഇതിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകും ചേർത്ത് കൊടുക്കാം, പക്ഷേ ഈ ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടുന്നത്. ഇനി ഇതിന്റെ ഒരു റോ ടേസ്റ്റ് പോകുന്നവരെ ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാനൊരു പുളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം അരച്ചെടുത്താൽ മാത്രം മതിയാവും. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ സോസ് റെഡിയായി കിട്ടുന്നതാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, തുള്ളി പോലും കട്ടിയൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കില്ലല്ലോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഇരുമ്പ് പാനാണ്. അതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുടി വളർച്ചയ്ക്കും ആരോഗ്യത്തിനും പാല് പല വിധത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇതിലെ പ്രോട്ടീൻ, കാൽഷ്യം, പൊട്ടാഷ്യം, ബയോട്ടിൻ എന്നിവ മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്താനും മുടി കൊഴിച്ചിൽ തടഞ്ഞ് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, പാല് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ മുടി നന്നായിട്ട് മിനുസമുള്ളതും തിളക്കമുള്ളതാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പാലെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് നെല്ലിക്കാപ്പൊടിയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പാലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് മൈലാഞ്ചി പൊടിയാണ് കേട്ടോ. അതേ അളവിൽ തന്നെ മൈലാഞ്ചി പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. മൈലാഞ്ചി പൊടിയും നെല്ലിക്കാപ്പൊടിയും നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ. മുടി നന്നായിട്ട് കറുപ്പ് ആക്കാനും മുടി വേരുകളെ ശക്തിപ്പെടുത്താനും മുടി പൊട്ടുന്നതിനും അലർജി കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, എടുക്കുന്ന സമയത്ത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പൗഡേഴ്സ് തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉണക്കി പൊടിച്ച നെല്ലിക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള ഹെന്ന ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ഓവർനൈറ്റ് വെച്ച് കൊടുക്കണം. പിറ്റേ ദിവസമാണ് കേട്ടോ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഇരുമ്പ് ചട്ടി തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇരുമ്പിൽ ധാരാളമായിട്ട് ഫെറിക് ഓക്സൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇരുമ്പ് പാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ തലയിൽ തേക്കാനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ആയതിനു ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഓവർനൈറ്റ് വെച്ച് കൊടുക്കാം. പിറ്റേ ദിവസമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് നമ്മുടെ ഡൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നന്നായിട്ട് നമ്മളെ തലയോട്ടിയിലും മുടിയിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ മുടി ഒരു ബ്രൗണിഷ് കളറായിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ ആയതിനു ശേഷം പിറ്റേ ദിവസമാണ് കേട്ടോ പിന്നെ ഞാൻ പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത്. നിങ്ങളിത് ചെയ്ത് അന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ 100% റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മുടി നന്നായിട്ട് ബ്ലാക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും, നാച്ചുറലായിട്ട് തന്നെ. അപ്പോൾ നമ്മൾ